ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അഖണ്ഡ ഭാരത സങ്കല്പ ദിനാചരണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 22ാമത് ബിരുദദാന ചടങ്ങുകൾ ഓഗസ്റ്റ് 29-ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനം. സർഗവേദി ബാലുശ്ശേരി കവിതാ പുരസ്കാരങ്ങൾ പുണ്യ CR-നും രാഹുൽ S-നും. വൈവിധ്യമാർന്ന ദൃശ്യങ്ങളുമായി പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ പ്രദർശനം ബിയോണ്ട് വേർഡ്സ് ആർട്ട് ഗാലറി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അഖണ്ഡ ഭാരത സങ്കല്പ ദിനം ആചരിച്ചു. പൊതുസമ്മേളനം AHP ദേശീയ ജനറൽ സെക്രട്ടറി ദേബേഷ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. 2018 ദേശീയ അടിസ്ഥാനത്തിൽ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് അഥവാ AHP രൂപീകരിച്ചത്. AHPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് അഖണ്ഡ ഭാരത സങ്കല്പ ദിനം ആചരിച്ചു. തളി സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ നടന്ന പൊതുസമ്മേളനം AHP ദേശീയ ജനറൽ സെക്രട്ടറി ദേവേഷ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. कालीकट कोझिकोड की भूमि पर हम सब संकल्पित हों कि हम अंतर्राष्ट्रीय हिंदू परिषद की सदस्यता घर घर जाकर अंतर्राष्ट्रीय हिंदू परिषद के लिए इस संगठन को आगे बढ़ाने के लिए अपने जीवन की कमाई में से रोजाना 5वां हिस्सा 10वां हिस्सा 10% 5% निकालकर मैं साल में 1000 500 200 400 रुपए हिंदू समाज की सुरक्षा समृद्धि और सम्मान के लिए दूं. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ നളിൻ നമ്പ്യാർ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരി പാലോട്, സംസ്ഥാന സെക്രട്ടറി PK സുഭാഷ്, രാഷ്ട്രീയ ബജരംഗ് ദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി കവിനാഥ് നമ്പ്യാർ, ജില്ലാ ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ രാമനാട്ടുകര, ദീപ ഹരി തുടങ്ങിയവർ സംബന്ധിച്ചു. പൊറ്റമ്മൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ദേശരക്ഷാ റാലി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരി പാലോട് ഉദ്ഘാടനം ചെയ്തു. തളി ക്ഷേത്രത്തിന് സമീപം റാലി സമാപിച്ചു. വിവിധ ജില്ലകളിലെ താലൂക്ക് തല പ്രതിനിധികളും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 22ാമത് ബിരുദദാന ചടങ്ങ് ഓഗസ്റ്റ് 29 വൈകിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. 2128 വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നതെന്ന് NIT അധികൃതർ പറഞ്ഞു. ബാച്ചിലർ ഓഫ് ടെക്നോളജി 1162, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ 65, മാസ്റ്റർ ഓഫ് പ്ലാനിംഗ് 18, മാസ്റ്റർ ഓഫ് ടെക്നോളജി 575, മാസ്റ്റർ ഓഫ് സയൻസ് 102, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 76, PhD 130 എന്നിങ്ങനെയാണ് ബിരുദം സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്ക്. വിവിധ പഠന ശാഖകളിലായി BTech 1262, BArch 65, M-Plan 18, M.Tech 575, MSc 102, MBA 76, PhD 130 എന്നിങ്ങനെയാണ് ബിരുദം സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കാഡമിക് കോഴ്സുകളുടെ വ്യാപ്തിയും ഗവേഷണ രംഗത്തെ വളർച്ചയുമാണ് ഈ ചരിത്ര നേട്ടത്തിന് പിന്നിലെന്ന് അധികൃതർ വ്യക്തമാക്കി. NIT കാലിക്കറ്റ് 66ാമത് സ്ഥാപക ദിനാഘോഷം സെപ്റ്റംബർ 1-ന് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏകസ്വ 2026 2ാമത് ഇന്നൊവേഷൻ മീറ്റും പാറ്റന്റ് എക്സ്പോയും 1 മുതൽ 3 വരെ NIT-യിൽ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ
അക്കാഡമിക് ഡീൻ ഡോക്ടർ A.V. ബാബു, ഡീൻ IACR ഡോക്ടർ കുമാരവേൽ S, CIEI ചെയർപേഴ്സൺ ഡോക്ടർ സുധീർ AP, ഡോക്ടർ മനേഷ് ചന്ദ്രൻ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ അശ്വിൻ ബാബു JB എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. മാസ്റ്റേഴ്സ്, ജൂനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സ് വിഭാഗങ്ങളിലാണ് ടൂർണമെന്റ് നടത്തിയത്. നടക്കാവ് ഗെയിം ഓൺ ടർഫിൽ 4 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ IAM സ്റ്റഡീസ് 7 വിക്കറ്റിന് എരിസ്റ്റോയെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. ജൂനിയർ വിഭാഗത്തിൽ OPEC 3 വിക്കറ്റിന് ഡിസൈൻ കോർ സൺഡേ CCയെ തോൽപ്പിച്ച് ജേതാക്കളായി. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ BCC 22 റൺസിന് FT ഇന്റീരിയേഴ്സിനെ പരാജയപ്പെടുത്തി കിരീടം നേടി. മന്ത്രി AP അനിൽകുമാറും PM നിയാസ് മുഖ്യാതിഥികളായി. ഫാബിദ് മൊയ്തീൻ, ആരിഫ്, നെസ്വിൻ, അബ്ദുൽ ജലീൽ മെറാൾഡ, സുലൈമാൻ കാരാടൻ, സമദ്, റഷീദ് TP, ഇജാസ് അഹമ്മദ്, ആദം OG എന്നിവർ ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. CMC പ്രസിഡന്റ് ഫൗസൽ ഹസൻ, സെക്രട്ടറി BV മെഹബൂബ്, K അൽതാഫ്, O മമ്മൂദ്, PP മെഹറൂഫ്, KM അക്താബ് തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. വാശിയേറിയ മത്സരങ്ങളും മികച്ച താരങ്ങളുടെ പ്രകടനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ MPL കോഴിക്കോട് ക്രിക്കറ്റിന് ലഭിക്കുന്ന ജനപ്രീതിയും ആവേശവും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വീണ്ടും ആവേശപൂരമൊരുക്കി ദി ഗ്രേറ്റ് ബോംബെ സർക്കസ് എത്തുന്നു. ഓഗസ്റ്റ് 14 മുതൽ നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്. ദിവസവും 3 ഷോകൾ. ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 5 മണി, രാത്രി 7:30. സ്ഥലം കോഴിക്കോട് ബീച്ച്, ടാഗോർ ഹാളിന്റെ പിറകുവശം. കുടുംബത്തോടൊപ്പം ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ കടപ്പുറത്തേക്ക് പോന്നോളൂ. ഈ വിസ്മയ അനുഭവങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ടെക്നോളജിയുടെ പുതിയ മുഖവുമായി മൈജി ഫ്യൂച്ചർ ഇനി മുതൽ നമ്മുടെ മുക്കത്തും. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ആക്സസറീസും ഇനി ഒരുമിച്ച് ഒരിടത്ത്. എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ. ഗാഡ്ജറ്റ്സുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ബ്രാൻഡ് വാറന്റിക്ക് പുറമെ മൈജി നൽകുന്നു മൈജി എക്സ്ട്രാ വാറന്റി. ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സുപ്രിയമായി. പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ. മൈജി ഫ്യൂച്ചർ, കമ്പളവൻ ബിൽഡിംഗ്, മുക്കമ്പാളത്തിന് സമീപം, മുക്കം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സർഗവേദി ബാലുശ്ശേരിയുടെ 2025-26 വർഷത്തെ കഥാ കവിത അവാർഡുകൾ പ്രഖ്യാപിച്ചു. സി കൊമ്പിലാടൻ കഥാ പുരസ്കാരം പുണ്യ CR-നും പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ കവിതാ പുരസ്കാരം രാഹുൽ S-നും നൽകും. സി കൊമ്പിലാടൻ സ്മാരക കഥാപുരസ്കാരവും
പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ സ്മാരക കവിതാ പുരസ്കാരവുമാണ്. അച്ചടിച്ച പുസ്തകങ്ങൾക്കായിരുന്നു പുരസ്കാരം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നത്. 2021 മുതൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ നിന്ന് കവിതയ്ക്ക് എസ് രാഹുലിൻ്റെ പറങ്കി എന്ന പുസ്തകവും കവിതാ പുസ്തകവും, കഥയ്ക്ക് പുണ്യാസിയാറിൻ്റെ കുളം കര കുളം എന്ന പുസ്തകവും, 2 ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്. 150ഓളം പുസ്തകങ്ങളാണ് 2 വിഭാഗത്തിലുമായിട്ട് അയച്ചു കിട്ടിയത്. പുണ്യാസിയാർ എഴുതിയ കുളം കര കുളം എന്ന കഥാസമാഹാരത്തിനും രാഹുൽ എസ് എഴുതിയ പറങ്കി എന്ന കവിതാ സമാഹാരത്തിനുമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 5001 രൂപയും മെമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. സെപ്റ്റംബറിൽ ബാലുശ്ശേരിയിൽ നടക്കുന്ന സർഗവേദി ദശവാർഷിക യോഗത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. UK കുമാരൻ, ഡോക്ടർ കെ ശ്രീകുമാർ, ഡോക്ടർ പി സുരേഷ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡിനർഹമായ കൃതികൾ തിരഞ്ഞെടുത്തത്. വാർത്താസമ്മേളനത്തിൽ സർഗവേദി ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ കെ ശ്രീകുമാർ, പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് കുമാർ കറ്റോട്, സെക്രട്ടറി VP ഏലിയാസ്, കമ്മിറ്റി അംഗം ബാലൻ VP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സങ്കടങ്ങളും സന്തോഷങ്ങളും വിവരിക്കുന്ന വൈവിധ്യമാർന്ന ദൃശ്യങ്ങളുമായി പത്രഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ പ്രദർശനം ആർട്ട് ഗാലറിയിൽ. ബിയോണ്ട് വേർഡ്സ് എന്ന പ്രദർശനം 23-ന് സമാപിക്കും. കോഴിക്കോട്ടെ വിവിധ പത്രങ്ങളിലെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച ബിയോണ്ട് വേർഡ്സ് വാർത്താ ചിത്ര പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ലോക ഫോട്ടോഗ്രാഫി ദിനമായ ബുധൻ ഓഗസ്റ്റ് 19 രാവിലെ ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരായ തുളസീദാസ് ചൌധരി, പപ്പു താക്കൂർ, അജയ് നായിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പൊതു ഇടത്തിൽ നിന്നൊക്കെ തഴയപ്പെടുന്നവരാണ് തങ്ങളെന്നും ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ഉദ്ഘാടനം നടത്തുന്നതെന്നും മുതിർന്ന സർക്കസ് കലാകാരനായ തുളസീദാസ് ചൌധരി പറഞ്ഞു. ഗ്രോ വാസു മുഖ്യാതിഥിയായി. കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം കൺവീനർ MT വിധുരാജ്, ജോയിന്റ് സെക്രട്ടറി K രാകേഷ്, ട്രഷറർ രമേശ് കോട്ടൂളി, പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, ചന്ദ്രിക പത്രാധിപർ കമാൽ വരദൂർ, മാധ്യമം ന്യൂസ് എഡിറ്റർ M ഫിറോസ് ഖാൻ, സാംസ്കാരിക പ്രവർത്തകൻ ജയന്ത്കുമാർ, അഡ്വക്കേറ്റ് M രാജൻ, മുതിർന്ന ഫോട്ടോഗ്രാഫർമാരായ P മുസ്തഫ, S രമേശ് കുറുപ്പ്, PN ശ്രീവത്സൻ, PJ ഷെല്ലി, ആർട്ടിസ്റ്റ് മദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടക്കൈ ദുരന്തം, ട്രാൻസ് വിഷയം, ഫുട്ബോൾ, ജല്ലിക്കെട്ട് തുടങ്ങിയ വിഷയങ്ങളിൽ 30ഓളം ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഓഗസ്റ്റ് 23-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഗാർനറ്റിന്റെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. എരഞ്ഞിപ്പാലം ലയൺസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് C ഷൈജിത്ത് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഗാർനറ്റിന്റെ ജനറൽ ബോഡി യോഗവും ഓണാഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു. പ്രസിഡന്റ് ഷൈജിത്ത് സെനോൻ ചെക്യാത്ത്, സുനിൽ കുമാർ കളത്തിൽ, RC രജീഷ്, TKLC ജാസിർ, വിശോബ് പനങ്ങാട്, അനൂപ് കോവിൽ, സെക്രട്ടറി O ബാബുരാജ്, മുൻ പ്രസിഡന്റ് അപ്പുകുട്ടി, മിനി സുനിൽകുമാർ, സോന ഷൈജിത്ത് എന്നിവർ സംസാരിച്ചു. അല്ലെങ്കിൽ ആരോഗ്യപൂർണമായ അല്ലെങ്കിൽ സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലേ? അത് ആഗ്രഹിക്കാത്തവരുണ്ടോ? ആരും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും നമ്മളൊന്നും അതിനു വേണ്ടിയിട്ട് ഒരു പ്രയത്നം നടത്താറില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതം, സമാധാനപരമായ ജീവിതം, സന്തോഷപരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ അതിന് ഏറ്റവും നിസ്സാരമായ ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതം ആഘോഷിക്കാൻ പഠിക്കണം എന്ന് പറയുന്നത്. ട്രൈ ടു എൻജോയ് യുവർ ലൈഫ്, ട്രൈ ടു സെലിബ്രേറ്റ് യുവർ ലൈഫ്. ജീവിതം ആഘോഷിക്കാൻ പഠിക്കണം. ജീവിതം ആഘോഷിക്കാൻ പഠിക്കണമെങ്കിൽ ജീവിതം ആഘോഷിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. എനിക്ക് തോന്നുന്നു അതുപോലുള്ളൊരു കാരണം അല്ലെങ്കിൽ അതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. ഓണപ്പൂക്കളം, ഓണസദ്യ, തിരുവാതിരക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വീണ്ടും ആവേശപൂരമൊരുക്കി ദി ഗ്രേറ്റ് ബോംബെ സർക്കസ് എത്തുന്നു. ഓഗസ്റ്റ് 14 മുതൽ നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്. ദിവസവും 3 ഷോകൾ. ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 5 മണി, രാത്രി 7:30. സ്ഥലം കോഴിക്കോട് ബീച്ച്, ടാഗോർ ഹാളിന്റെ പിറകുവശം. കുടുംബത്തോടൊപ്പം ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ കടപ്പുറത്തേക്ക് പോന്നോളൂ. ഈ വിസ്മയാനുഭവങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ടെക്നോളജിയുടെ പുതിയ മുഖവുമായി മൈജി ഫ്യൂച്ചർ ഇനി മുതൽ നമ്മുടെ മുക്കത്തും. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ആക്സസറീസും ഇനി ഒരുമിച്ച് ഒരിടത്ത്. എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ. ഗാഡ്ജറ്റ്സുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ബ്രാൻഡ് വാറന്റിക്ക് പുറമെ മൈജി നൽകുന്നു മൈജി എക്സ്ട്രാ വാറന്റി. ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സുപ്രിയമായി. പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ. മൈജി ഫ്യൂച്ചർ, കമ്പളവൻ ബിൽഡിംഗ്, മുക്കം പാലത്തിന് സമീപം, മുക്കം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാങ്കാവ് പാറക്കുളം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത നടത്തി. 34ാം വാർഡ് കൗൺസിലർ മനക്കൽ ശശി ഉദ്ഘാടനം ചെയ്തു. പാറക്കുളം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏകദിന ഓണച്ചന്ത സംഘടിപ്പിച്ചു. രഘുനാഥിന് ആദ്യ വിൽപ്പന നൽകി 34ാം വാർഡ് കൗൺസിലർ മനക്കൽ ശശി ഉദ്ഘാടനം ചെയ്തു. വിഷരഹിത പച്ചക്കറി ചന്ത സമൂഹത്തിനും ഭാവിക്കും വലിയ മാറ്റം കൊണ്ടുവരാൻ ഉതകുന്നതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. പാറക്കുളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വേറിട്ട കാർഷിക ദിനാചരണം. പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് നാടൻ പാട്ട് അവതരിപ്പിച്ചത് നവ്യാനുഭവമായി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ഗിരീഷ് ആംബ്രയാണ് നാടൻ പാട്ട് പരിശീലിപ്പിച്ചത്. അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ്, കണ്ടു പെണ്ണ്, കണ്ടു പെണ്ണ്, അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ്, കണ്ടു പെണ്ണ്, കണ്ടു പെണ്ണ്, ആറ്റുമണം മേലെ ഉണ്ണിയർച്ച, ഉണ്ണിയർച്ച. വടക്കൻ മലബാറിലെ കൊയ്ത്തുപാട്ടും തെക്കൻ കേരളത്തിലെ ഞാറ്റുപാട്ടും കോർത്തിണക്കിയ കാർഷിക ഗാനമാണ് അവതരിപ്പിച്ചത്. നാടൻ പാട്ട് അവതരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ചീരോത്ത്, പഞ്ചായത്ത് അംഗം രമ്യ പെരുളി, അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജു പി, ജൂനിയർ സൂപ്രണ്ട് VK സുരേഷ് തുടങ്ങി 15ഓളം പേർ പങ്കെടുത്തു. കടുത്ത മാനത്തിൽ ചുരുക്കമോ നടത്തി പെയ്യണ മഴയിൽ നമ്മുടെ പൊരക്കി മോളിൽ കുടയിടോ. ഓലമെടയിൽ, തെങ്ങ് കയറ്റം എന്നീ മത്സരങ്ങളും കർഷകരെ ആദരിക്കൽ എന്നിവയും കാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. പരിപാടികൾ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ചീരോത്ത് അധ്യക്ഷത വഹിച്ചു. കാറുകൊണ്ടേ മാനം നമ്മുടെ കരൾ കിടന്നു പെടയ്ക്കണ, ആനവാലിൻ പേരുകൊണ്ടൊരു മഴവിൽ മിണിക്കിടയണ.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ 30ാമത് സംസ്ഥാനതല കായികമേള ഓഗസ്റ്റ് 21 മുതൽ 23 വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. ഉദ്ഘാടനം അസിസ്റ്റന്റ് കമ്മീഷണർ പി പ്രമോദ് നിർവഹിക്കും. മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ഗ്രൗണ്ടിൽ വെച്ച് ഈ മത്സരങ്ങൾ നടക്കുന്നത്, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കായികമേള നടക്കുന്നത്. ഏകദേശം 700ഓളം പാർട്ടിസിപ്പൻസ് ഇതിൽ വരുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നായിട്ട് സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽസ് ആയിട്ടുള്ള മറ്റ് ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കായികമേളയിൽ 118 ഇനങ്ങളിലായി 900ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഓഗസ്റ്റ് 22 രാവിലെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി പ്രമോദ് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കായികമേളയുടെ ഭാഗമായി 22 ക്രോസ് കൺട്രി സംഘടിപ്പിക്കും. രാവിലെ 6 മണിക്ക് ക്രോസ് കൺട്രി മത്സരം നടക്കുന്നുണ്ട്. 6 മണിക്ക് 22 6 മണിക്ക് രാവിലെ ക്രോസ് കൺട്രി മത്സരത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബാക്കി നമ്മുടെ മത്സരങ്ങൾ അവിടെ 7:30 ആരംഭിക്കും. മേളയുടെ ലോഗോ പ്രകാശനം കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സിവിൽ സ്റ്റേഷനിലെ പെൻഷൻ ട്രഷറിക്ക് സമീപം ഓണം ഖാദി മേള ആരംഭിച്ചത്. ഉദ്ഘാടനം MLA കെ ജയന്ത് നിർവഹിച്ചു. കരിയാത്തൻകാവിൽ നെയ്തെടുക്കുന്ന മനിലയുടെ ഷർട്ട് പീസ് MLA വാങ്ങിക്കൊണ്ട് ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. സംഘം ഇൻസ്പെക്ടർ M പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. C റജില, റന്യ കെ, ശ്രീജ M, ഗീതു PV, രമ്യശ്രീ കെ, ബബിത V എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി MK ശ്യാം പ്രസാദ്, ഹെഡ് ഓഫീസ് മാനേജർ GM സജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അഖണ്ഡ ഭാരത സങ്കല്പ ദിനാചരണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 22ാമത് ബിരുദദാന ചടങ്ങുകൾ ഓഗസ്റ്റ് 29 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനം. സർഗവേദി ബാലുശ്ശേരി കവിതാ പുരസ്കാരങ്ങൾ പുണ്യ CRനും രാഹുൽ S-നും. വൈവിധ്യമാർന്ന ദൃശ്യങ്ങളുമായി പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ പ്രദർശനം ബിയോണ്ട് വേർഡ്സ് ആർട്ട് ഗാലറിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.